അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ലാം മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിട്ടിയില്ല ഞണ്ട് റോസ്റ്റാണ്. ആ ഞണ്ടിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഒരു ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞതാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ പെരുംജീരകം കൂടിയിട്ട് ചതച്ചതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 1 കിലോ ഞണ്ട് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 30 to 40 മിനിറ്റ്സ് എടുക്കും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേഗം വേണമെന്നുണ്ടെങ്കിൽ ഞണ്ട് വേവിച്ചിടാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഞണ്ടിൻ്റെ എല്ലാ ഫ്ലേവറും ഈ ഒരു മസാലയിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ മസാല മാത്രം ആ ഞണ്ടിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടിയിട്ടൊന്ന് വറുത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.